ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ രുചികരമായിട്ടുള്ളൊരു കൂന്ത ഫ്രൈ ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ഇവിടെ കൂന്തൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ലേശം കോഴിയൊക്കെ കൊടുക്കുന്ന സമയത്തുള്ള കളറില്ല, അത് ഞാൻ ചേർത്തിട്ടുണ്ട്, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യണം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം അതിൽ തന്നെ വെള്ളം ഉണ്ടാകും. ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ, അപ്പോൾ അതൊന്ന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാൻ സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക, കാരണം ഇതൊരു പൊട്ടിത്തെറി ഉണ്ടല്ലോ അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല കുക്കായി വന്നതിന് ശേഷം ലേശം കറിവേപ്പിലയും ചപ്പും പുതിനയും കൂടിയാണ് ചേർത്തെടുക്കുന്നത്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫ്രൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൂന്ത ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ആയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഇതിലേക്കൊന്ന് ചേർത്തെടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും. ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. നമ്മൾ മസാലയും കൂന്തയും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് സ്ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മളെ കൂന്ത ഫ്രൈ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മളെ കൂന്തയിലിട്ടിക്കണ്, ഫ്രൈയിലിട്ടിക്കണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്